ഇന്ന് ഞങ്ങൾ ബീച്ചിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ഫാൽക്കൺ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു ബീച്ച് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇറങ്ങാണ്. സമയം ഇപ്പോൾ 4:45. ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൺസെറ്റ് ടൈമായിരുന്നു. നല്ല ഭംഗി കാണാൻ. പിന്നെ ബീച്ചിൽ കയറുന്ന ആ വഴിയിൽ റോഡ് കുറച്ച് മോശമായിരുന്നു. ബീച്ചിലെത്തി 5:30 നല്ലൊരു ടൈമിങ്. ഇവിടെ ഒരു വഞ്ചി ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോവാൻ വേണ്ടി. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. ചെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പട്ടമൊക്കെ മേടിച്ചു. ശ്യാം പട്ടം വറുത്താണ്. നല്ലൊരു സൺസെറ്റ് ടൈം. നല്ലൊരു ടൈമിങ് ആട്ടോ നമുക്ക് വന്നത്. പിന്നെ ശ്യാം ഇറങ്ങിയില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അപ്പുറത്തുള്ളവരെയൊക്കെ നോക്കി സൺസെറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ സൺഡേ ഇതുകൊണ്ട് തന്നെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ പരിപാടി തുടങ്ങണതിന് തന്നെ മുന്നേ വന്നിട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ആ ഫാൽക്കൺ ബീച്ചിൽ പോയ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അവിടെ ഇരുന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ചായക്കട കണ്ടപ്പോൾ നേരെ ചായ കുടിക്കാൻ കയറി. അപ്പോൾ അവിടെ വഞ്ചി ഉണ്ടായില്ല. വഞ്ചി ഇല്ലാത്തതുകൊണ്ട് ആ ചെളിവെള്ളത്തിൽ കൂടെ നടന്നു വന്നു. അപ്പോൾ ഈ വെള്ളം വെച്ച് കാല് കഴുകട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഒരു മഴ പെയ്ത സമയത്ത് വഞ്ചിയിൽ നിന്ന് മറിഞ്ഞ് ആരോ മരിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വഞ്ചിയൊക്കെ എടുത്ത് ഒഴിവാക്കിയേക്കണം. അപ്പം ശരി ഗൈസ്, ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കല്ല പോയത്, ഒരു കസിനെ കാണാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞങ്ങൾ ബീച്ചൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ശ്യാമിൻ്റെ ഒരു കസിനെ കാണാനായിരുന്നു. അപ്പോൾ അത് ചക്കരപ്പറമ്പല്ലേ? ചക്കരപ്പറമ്പാണ്. ഞങ്ങൾ എത്തി. അവരെ കാണട്ടെ. ഫ്ലാറ്റിലെന്തോ ആണ് അവർ താമസിക്കുന്നത്. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. പിന്നെ എത്തി സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു വൈബായിരുന്നു ഉണ്ടായത്. മാമനെ കുറിച്ച് 2 വാക്ക് പറയും. മാമനാണോ ആദ്യം ചേട്ടനാണോ? ചേട്ടൻ. ശരിക്കും മാമനാണ്, കൊച്ചു ചേട്ടൻ എന്ന് പറഞ്ഞതാ. എന്നെ ആന്റി എന്ന് വിളിച്ചല്ലോ. ഞാനിപ്പോ ആന്റി അല്ലല്ലോ, ചേച്ചിയല്ലേ? ആ ചേച്ചിയാണ്. ശ്യാം ചേട്ടനെ കുറിച്ച് 2 വാക്കുകൾ പറ. കസിനെ കാണാനാണ് ഞങ്ങൾ പോയത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായില്ല. അപ്പൊ ഇന്നാണ് പോയത്. അപ്പൊ അവിടെ നിന്ന് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടികളുണ്ടായി. അവരുടെ കൂടെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചിരിച്ച് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം എത്തിയുള്ളൂ വീട്ടില്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേയും കഴിഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.